നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്റർനെറ്റിന്റെ പിന്നാലെ വന്ന AI-യുടെ വ്യാപനത്തോടെ യാഥാർത്ഥ്യവും മിഥ്യവും തിരിച്ചറിയാൻ സാധാരണക്കാർ പാടുപെടുകയാണ്. ഓരോ ദിവസവും തികച്ചും വ്യത്യസ്തമായ പുതിയ തട്ടിപ്പുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ബംഗളൂരു സ്വദേശിയായ ഒരു യുവതി ഓൺലൈനിലൂടെ മുട്ട വാങ്ങാൻ ശ്രമിച്ച് തട്ടിപ്പിനിരയായെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. ബാംഗ്ലൂരു വസന്തനഗർ സ്വദേശി കഴിഞ്ഞ 17-ാം തീയതി കുറഞ്ഞ വിലയ്ക്ക് മുട്ട അടക്കം നിരവധി സാധനങ്ങൾ ലഭിക്കുന്ന ഒരു പ്രശസ്ത കമ്പനിയുടെ പരസ്യം കണ്ടാണ് യുവതി ഓൺലൈനിൽ മുട്ടയ്ക്ക് ഓർഡർ ചെയ്തത്. 49 രൂപയ്ക്ക് 48 മുട്ടകൾ അവർ ഓർഡർ ചെയ്തു. പരസ്യത്തിൽ ഒരു ഷോപ്പിംഗ് ലിങ്ക് നൽകിയിരുന്നു. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കോഴികളെ എങ്ങനെ വളർത്തുന്നുവെന്നും മുട്ടകൾ ശേഖരിച്ച് വിതരണം ചെയ്യുന്നതിനെക്കുറിച്ചും വിവരിക്കുന്ന ഒരു പേജിലേക്ക് ആ യുവതിയെ കൊണ്ടുപോയി. അവർ പറഞ്ഞു, പേജിന് താഴേക്ക് പോകവേ കൂടുതൽ ആകർഷകമായ ഓഫറുകൾ ഉണ്ടായിരുന്നു എന്ന്. 99 രൂപയ്ക്ക് 8 ഡസൻ മുട്ട, അങ്ങനെ 49 രൂപയ്ക്ക് 4 ഡസൻ മുട്ടകൾ വാങ്ങാൻ അവർ തീരുമാനിച്ചു. പക്ഷേ ഓർഡർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് എന്നെ വ്യക്തിപരമായ വിവരങ്ങൾ നൽകാനുള്ള പേജിലേക്ക് എത്തിച്ചു. സ്വന്തം വിശദാംശങ്ങൾ നൽകി യുവതി 4 ഡസൻ മുട്ടകൾക്ക് ഓർഡർ നൽകി. പക്ഷേ ഓർഡർ നൽകിയപ്പോൾ മറ്റൊരു പേജാണ് തുറന്നു വന്നത്. ആ പേജിൽ പണമടയ്ക്കാനായി ആകെയുണ്ടായിരുന്നത് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ മാത്രം. പിന്നാലെ പണമടച്ചപ്പോൾ ഒരു OTP ലഭിച്ചു. പക്ഷേ അപ്പോഴേക്കും അക്കൗണ്ടിൽ നിന്ന് 48,199 രൂപ നഷ്ടപ്പെട്ടിരുന്നു. OTP സന്ദേശം തുറക്കുന്നതിന് മുമ്പ് തന്നെ 48,199 രൂപ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഷൈൻ മൊബൈൽ HU എന്ന മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ തന്നെ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് വിഭാഗവുമായി ബന്ധപ്പെട്ട് പണം നഷ്ടമായതിനെ കുറിച്ച് സംസാരിച്ചു. അവർ സൈബർ ക്രൈം ഹെൽപ്പ് നമ്പറിലേക്ക് വിളിച്ച് പരാതി നൽകാനാണ് നിർദ്ദേശിച്ചതെന്നും യുവതി പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. 3.7 ലക്ഷം രൂപയായിരുന്നു യുവതിയുടെ ക്രെഡിറ്റ് കാർഡ് പരിധി. ലാഭത്തിൽ 4 ഡസൻ മുട്ട വാങ്ങാനായി ഇറങ്ങി ഒടുവിൽ യുവതിക്ക് നഷ്ടമായത് ഏതാണ്ട് 1/2 ലക്ഷം രൂപ. IT ആക്ട് പ്രകാരം കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു.